പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മളിന്ന് വായിക്കുന്നത് പ്രഭാഷകൻ 11:17 വചനം. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. കേൾക്കുമ്പോൾ നിസ്സാരത തോന്നും, പക്ഷെ സംഭവം വെടിക്കെട്ട് വചനമാണിത്. എന്താണ് ദൈവകൃപ? പറഞ്ഞ് ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. ബൈബിൾ പണ്ഡിതന്മാർ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ഒരു എക്സ്പ്ലെയിൻ എപ്പോഴും കൃപാസനത്തിൽ ലഭിക്കുന്ന എക്സ്പ്ലനേഷൻ എപ്പോഴും ജീവിതത്തിലേക്ക് വേരിറങ്ങിക്കുന്ന വചനത്തിൻ്റെ വേരുകളെ ജീവിതത്തിലൂടെ ഇറക്കിയിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വേരുകളെ വചനത്തിലൂടെ ഇറക്കിയിട്ട് ജീവിതത്തിന് ആവശ്യമായ വെള്ളവും വളവും എടുക്കുന്ന ജീവിത ബന്ധിയായിട്ടാണ് എപ്പോഴും വചനത്തെ ഞാൻ നിങ്ങൾക്ക് കൈമാറി തരണത്. എനിക്ക് ആ ഒരു അഭിഷേകം തന്നുള്ളതാണ് ഞാൻ വിവേചിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്. കാര്യം എൻ്റെ മുമ്പിലുള്ളത് പാഠപുസ്തകങ്ങളോ ലൈബ്രറികളോ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമോ അല്ല. എൻ്റെ മുമ്പിലുള്ളത് വെണ്ണീറായി പോകുന്ന ജീവിതം ആവിയായിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ഹൃദയങ്ങളാണ്. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയാണ് കർത്താവിനെ പകർന്നു കൊടുക്കുന്നത്. ഇപ്പോഴെന്താ പറയുന്നത് അറിയാമോ? ദൈവകൃപ. പ്രഭാഷകൻ എന്താ പറയണത്? പ്രഭാഷകൻ 11:17 എന്താണ് എന്ന് പറഞ്ഞേ? ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. ശാശ്വതമായ ഐശ്വര്യം എന്ന് പറയുമ്പോൾ കൃപയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ഈ നമുക്കറിയാമല്ലോ, ദൈവത്തിൽ നിന്ന് വരുന്ന ആനുകൂല്യങ്ങൾ, ഫേവേഴ്സ് എന്താണ് പറയണത്? അത് അനുഗ്രഹമുണ്ട്. അപ്പം അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ഫേവേഴ്സാണ്. നമ്മൾ വീട്, ജോലി, ഞാൻ എപ്പോഴും പറയാം അല്ലേ, വീട്, ജോലി, വിവാഹം, മക്കൾ, എല്ലാം, വഴി, വെളിച്ചം, അതെല്ലാം ഫിസിക്കൽ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. ഫിസിക്കലായിട്ട് ഉപയോഗിക്കേണ്ടതിനാണ് അതെല്ലാം. പക്ഷേ കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആത്മീയമായി വിവേചിക്കേണ്ടതാണ്. എന്താ കാരണം? ഇപ്പോൾ പവർ ഓഫ് ഗാഡ് 2 Corinthians 12:9 പറയുന്നില്ലേ, എനിക്ക് മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു, നിനക്ക് എൻ്റെ കൃപ മതി. അവിടെ എന്താണ്? അവിടെ അനുഗ്രഹമാണ് ചോദിക്കണത്. ഈ കാര്യം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ്റെ ഗാസ്ട്രിക് അൾസറിൻ്റെ വേദനകൾ, കുത്തുന്ന നൊമ്പരങ്ങൾ, അല്ലെങ്കിൽ ശാരീരിക ജടിക പ്രകോപനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. പക്ഷേ ഈസ് ഗെറ്റിംഗ് ഗ്രേസിൻ്റെ പ്രശ്നം എന്താണ്? അനുഗ്രഹം എത്ര കിട്ടിയാലും അടുത്ത മണിക്കൂറിൽ, അടുത്ത ആഴ്ചയിലോ അടുത്ത മാസവും അത് തീർന്നു പോകും. പക്ഷെ കൃപ കിട്ടിക്കഴിഞ്ഞാൽ അത് ശാശ്വതമാണ്. പവർ ഓഫ് ഗോഡ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും സംഭവിക്കുക എങ്ങനെയെന്ന് അറിയാമോ? ചില പ്രാർത്ഥനകൾ നമ്മൾ കേൾക്കുന്നില്ല എന്ന് വെച്ചാൽ അത് ആ ബ്ലെസ്സിങ് കൃപയിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം പവറിലേക്ക്. അപ്പം നിങ്ങൾ എംപവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം ശക്തീകരിക്കുകയാണ്. ക്രിസ്തുവിനൊക്കെ ഈശോയ്ക്ക് സംഭവിച്ചതാണ്. എന്താണ്? അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ ഇറങ്ങി വന്നു. അവിടെ അനുഗ്രഹമല്ല. അനുഗ്രഹമായിരുന്നെങ്കിൽ അത് കുരിശ് മാറ്റിയണം. പിതാവ് സാധ്യമെങ്കിൽ ഈ പാനപാത്രത്തിനെ കടന്നു പോകണമെന്ന് പറയുമ്പോഴേ ഈശോയ്ക്ക് ബ്ലെസ്സിങ്സ് ആണ് കിട്ടിയിരുന്നെങ്കിൽ ആ കുരിശ് മാറ്റണം, നീ ഇപ്പോൾ മരിക്കേണ്ടെന്ന് പറഞ്ഞു തരാം. അങ്ങനെയല്ല, ആ കുരിശ് എടുക്കാനുള്ള പവർ കിട്ടി. അതാണ് അവനെ ശക്തിപ്പെടുത്താൻ. അവനെ ശക്തിപ്പെടുത്താൻ. ലൂക്ക 22:43. ലൂക്ക 22:43. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അതായത് അവിടെ ശക്തിപ്പെടുത്തുകയാണ്. അപ്പോൾ അത് കൃപയാണ് ശരിക്കും. അതുകൊണ്ടാണ് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണമെന്ന് പറയണല്ലേ. 2 Corinthians 12:9 എന്താ പറയണത്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് എപ്പോഴാണ് ഇത് പറയണത്? നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ കൃപ എന്ന് പറയുന്ന ശക്തിയാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിന് കിട്ടിയത് കൃപയ്ക്ക് മേൽ കൃപയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ ഗെത്സമനി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ യേശു എഴുന്നേക്കണം കണ്ടിട്ടില്ലേ? അവൻ കൃപ കിട്ടിയോടുകൂടി അവനെ കണ്ട് നിങ്ങൾ ഹും ഡു യു സീക്ക് എന്ന് ചോദിക്കും. നിങ്ങൾ ആരെ അന്വേഷിക്കണം ചോദിക്കുമ്പോൾ ജീസസ് ഓഫ് നാസറത്ത് എന്ന് പറയും. യേശുവിനെ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ പുറകോട്ട് മലന്നു വീഴും. പവറാണ്, ആ കൃപയുടെ ഇഫക്റ്റ് എന്ന് പറയാറ്. അതുപോലെയാണ് ചില സമയത്ത് നമ്മുടെ ക്യാഷ് ആൻഡ് കൈൻഡ് ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങൾ കിട്ടണില്ല എന്ന് വെച്ചാൽ നിങ്ങൾ അപ്പം തന്നെ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലെന്ന് പറയരുത്, കേട്ടെന്ന് പറയണം. എന്താ കാര്യം? നിങ്ങളെ എംപവർ ചെയ്തുകൊണ്ടിരിക്കണം കൃപയാൽ. അപ്പോൾ ദൈവത്തിൻ്റെ ലൈൻ മനസ്സിലാക്കണം. അതിന് പരിശുദ്ധാത്മ വേണം. വിവേചനം ചെയ്ത് ഇതിപ്പോൾ ഞാൻ ബ്ലെസ് ചെയ്യല്ല, ദൈവം അതിനൊക്കെ വലിയത് കൃപയാൽ, ദൈവശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവശക്തി കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, ബ്ലെസ്സിങ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുമ്പോൾ പോകും. ദൈവശക്തി കിട്ടിക്കഴിഞ്ഞാൽ നിത്യത വരെ നിലനിൽക്കും. അതുകൊണ്ടാണ് പ്രഭാഷകൻ പറയണത്, എന്താ പറയണത്? കർത്താവിൻ്റെ കൃപ ശാശ്വതമായ ഐശ്വര്യം നിത്യത വരെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അനുഗ്രഹം കുറഞ്ഞു പോയാൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ അത് ബ്ലെസ്സിങ്സിനെ
ഇപ്പം തരുന്ന കർത്താവ് തൽക്കാലം പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നു, അതിന് പകരം നിനക്ക് പവർ തരുന്നു എന്നുള്ള അർത്ഥം. അപ്പം അതിൽ നീ സന്തോഷിച്ച് അത് ആശിച്ച് നന്ദി പറയണം. അല്ലാതെ അയ്യോ ഞാൻ ഈ പ്രാർത്ഥിക്കണേ, എന്നാ പ്രാർത്ഥിച്ചില്ല, ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ചതൊക്കെ പറയും. ചില വിഡ്ഢിയാന്മാരൊക്കെ അങ്ങനെ പറയത്തില്ലേ, അങ്ങനെയൊക്കെ വിടുവർത്താനങ്ങളൊന്നും വിശ്വാസം പറയരുത്. എന്താ അവൻ പറയും, കർത്താവ് ബ്ലെസ്സിങ്സ് അല്ല, അതിനൊക്കെ വലുത് കൃപ എനിക്ക് തരാൻ പോകുന്നു. ഐ വിൽ ബി ബ്ലെസ്ഡ്. സോ താങ്ക് യു മൈ ലോർഡ് ജീസസ്. പല കടകളും കമ്പോളങ്ങളും നടത്തുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. റേഷൻ കട പോലെയുള്ള കടകളെ ഈശോ കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലപ്പോൾ ലൈസൻസ് പോയവരുണ്ടാകാം, ചിലപ്പോൾ കാർഡ് നഷ്ടപ്പെട്ടവരുണ്ടാകാം, ചിലപ്പോൾ ചരക്കുകൾ വേണ്ട സമയത്ത് വരണില്ല, പൈസ റീജിയണൽ ഓഫീസർ രജിസ്ട്രേഷൻ ഓഫീസിൽ താലൂക്ക് ഓഫീസിൽ കൊടുക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് ചരക്ക് കിട്ടണില്ല, ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പലതരത്തിൽ കച്ചവടം കുറഞ്ഞവരുണ്ടാകാം. ഈശോ എന്തായാലും ഈശോ എന്ത് കച്ചവടം, എണ്ണക്കച്ചവടം ആയാലും അരിക്കച്ചവടം ആയാലും കച്ചവടക്കാരെല്ലാം നീ ആശ്രയിക്കണം പ്രാർത്ഥിച്ചു. വലിയ കച്ചവടങ്ങളൊക്കെ വന്ന കാരണം, വലിയ രീതിയിൽ കച്ചവടങ്ങൾ വന്ന കാരണം ചെറിയ കടക്കാരൊക്കെ പൂട്ടിപ്പോണവരുണ്ട്. ഈശോയെ അവർക്ക് ചിട്ടിക്കടവാണ്, ഭയങ്കര ജപ്തിയാണ്, അവരെങ്ങനെ ജീവിക്കും, എവിടെ പോയി ജീവിക്കും, ആരെ സഹായിക്കുന്ന ഒരു പിടിയില്ലാതെ മനസ്സ് നുറുങ്ങി ജീവിക്കുന്നവരുണ്ട്. ഈശോയെ ഈശോയെ അവരെ സഹായിക്കണേ. ഈശോയെ കഴുത്തേലും കയ്യിലും ഒക്കെ പൊന്നൊക്കെ കിടക്കണം, എല്ലാം ഇമിറ്റേഷനാണ്. എന്നെപ്പോലുള്ളവരെ കാണും പറയാം, അച്ചായി കിടക്കണത് കാണുന്നതേ ഉള്ളൂ, എല്ലാം ഇമിറ്റേഷൻ. ഞാൻ അപ്പം തന്നെ 2 കൈയും അവരുടെ തലയിൽ വെക്കും. കർത്താവേ പാവത്തിന് ഇതെല്ലാം മാറ്റാൻ ഇടയാക്കണം. അവൾക്ക് ഇപ്പം അതാണ് ആവശ്യം. അവളുടെ അഭിമാനം സംരക്ഷിക്കണം, അവിടെ നിലനിൽപ്പ് കൊടുക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്കൊരു വില ഉണ്ടാകണം. അല്ലെങ്കിൽ അത് കർത്താവിൻ്റെ നാമത്തിൽ എടുക്കാനുള്ള ആധ്യാത്മികമായ അഭിഷേകം ഉണ്ടാകണം. എൻ്റെ മക്കളെ എല്ലാം കർത്താവിലുണ്ട്. യേശു ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞല്ലേ, എല്ലാവരിലുമാണെന്ന്. കൊളോസ്യസ് 3:11 ഞാൻ എപ്പോഴും പറയണതല്ലേ, യേശു ക്രിസ്തു എല്ലാമാണ്. നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ആവശ്യം അത് യേശുവാണ്. അതുകൊണ്ട് യേശുവിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് അമ്മമാർ അതിന് മധ്യസ്ഥ നിങ്ങൾ മുന്നേറുക. എൻ്റെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. 39 വർഷം അർപ്പിച്ച കുർബാനയുടെ ശക്തിയായി ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇത്രയും നാൾ നടത്തിയിട്ടുള്ള ശുശ്രൂഷകൾ, ഞാൻ പട്ടിണി നിന്ന് പോലും രോഗിയായിട്ട് പോലും കാൽ ഒടിഞ്ഞിട്ട് ഞാൻ കസേര നീട്ടി വെച്ചിട്ട് പോലും 3 മണിക്കൂർ ഞാൻ കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്. അതെല്ലാം കർത്താവ് നീ ഇപ്പോൾ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ഓർത്തുകൊണ്ട് അങ്ങനെ മക്കളെ നീ ആശീർവദിക്കണം. എന്തെല്ലാം പോരായ്മ ഇപ്പോൾ അങ്ങനെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്കുണ്ടോ അതെല്ലാം നീ കണ്ടില്ലെന്ന് വെക്കണം കർത്താവേ. അവരെ നീ അനുഗ്രഹിച്ചുകൊണ്ട് അവരെ നീ കൈപ്പാടെ പൊക്കിയതിന് കുഞ്ഞുങ്ങൾ എൻ്റെ ഇടയ്ക്ക് അവരെ ആശീർവദിക്കുക, അവരെ തടയിൽ നടിച്ചത് അമ്മ കുഞ്ഞുങ്ങളെ മേടിച്ചു പോയ കർത്താവ്. എല്ലാ മക്കളെയും നീ നിന്നിലേക്ക് മേടിച്ചെടുക്കണമേ കർത്താവേ. എല്ലാവരുടെയും വേദനകളെ നീ മേടിച്ചെടുക്കണേ കർത്താവേ. എല്ലാവരുടെയും ഭാരങ്ങൾ നീ മേടിച്ചെടുക്കണേ കർത്താവേ. ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വേദനപ്പെടുന്നു, ഭാരപ്പെടുന്നു, സങ്കടപ്പെടുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല, ഇറങ്ങിയില്ലെങ്കിൽ കടക്കാർ വന്ന് വളയുകയും ചെയ്യും. ഇങ്ങനെ ഗതികിട്ടി മുഴിമുട്ടിയൊക്കെ നിൽക്കുന്ന മനുഷ്യരെ കർത്താവ് തുടരണമേ കർത്താവേ. ശരീരത്ത് മുഴുവനും രോഗങ്ങൾ, മുഴുവനും പലതരത്തിലുള്ള ചൊറിച്ചിലുകൾ, അലർജി രോഗങ്ങൾ മൂലം കർത്താവേ ഭക്ഷണത്തിന് ഇനി കുഞ്ഞുങ്ങളെ പോറ്റാനും ഒരു മാർഗം കാണുന്നില്ല. ഇങ്ങനെ പിന്നെ വീട്ടുകാരനാണെങ്കിൽ ഇങ്ങനൊരു വീടുണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാതെ കൂട്ടുകാരുമായിട്ട് കുടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ പേരിലൊക്കെ അമ്മമാർ വിഷമം അനുഭവിക്കുക അമ്മമാരുണ്ട്, നേരെ മറിച്ചും തിരിച്ചും വരുന്നവരുണ്ട്. കർത്താവ് ഇങ്ങനെ ഓരോ വിഷയങ്ങൾക്കും വേദന അനുഭവിക്കുന്നവരെ നീ ഇപ്പോഴവിടെ പത്രോസ് കടലിൽ മുങ്ങിപ്പോയപ്പോൾ അല്പവിശ്വാസി സംശയിച്ചത് എന്തിനെന്ന് പറഞ്ഞുകൊണ്ട് നീക്കവിടെ കയ്യെ പിടിച്ചിട്ട് ഈശോയെ. അതുപോലെ ഇപ്പം മുങ്ങിപ്പോകുന്ന സങ്കടക്കടലിൽ മുങ്ങിപ്പോകുന്ന എല്ലാ മക്കളുടെയും കൈകൾ ഈ പ്രഭാതത്തിൽ നീ കടന്നു പിടിക്കണേ കർത്താവ്. നീ അവരെ കരകയറണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നീ അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു. ഈ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന ഓരോ ഇപ്പോൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, അങ്ങയുടെ വചനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം അനുസ്മരിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ ചെയ്യട്ടെ.
അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങേ പുകഴ്ത്തുന്ന കർത്താവേ, അങ്ങേ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടി നിന്നെ പുകഴ്ത്തുന്നതിൽ കർത്താവേ ഞങ്ങൾ ആനന്ദിക്കുന്ന കർത്താവേ, സന്തോഷത്തോടെ കർത്താവേ നിനക്ക് നന്ദി പറയുന്ന കർത്താവേ, ക്രൂശിക്കപ്പെട്ടവനെ, തിരുമലാവിൽ മുറിവേറ്റവനെ, നിനക്ക് വേണ്ടി മൃഗം ചൂടിയവനെ കർത്താവേ, നിന്നെ പുകഴ്ത്തുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗികളെ സന്തോഷത്തോടെ ഓൺലൈനിലിരിക്കുന്നവരെ സ്വസ്ഥമായിട്ട് മൊബൈൽ വെച്ചതിൻ്റെ വേണ്ട വെച്ച് കൃത്യമായി വെച്ചിട്ട് ശാന്തമായിരുന്ന് ആരാധന കൂടുക. ദയവായി ആരാധന കൂടുമ്പോൾ നിങ്ങൾ കൃപാസനത്തിലായിരിക്കുന്നു, അമ്മയുടെ മുമ്പിലായിരിക്കുന്നു എന്ന് ഓർമ്മ വേണം. അതുകൊണ്ടാണ് അമ്മയുടെ ചിത്രമിടക്ക് ഞങ്ങൾ കാണിക്കുന്നത്. ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ നമ്മളായിരിക്കുകയാണ്. അതുകൊണ്ട് സ്കാർഫ് അല്ലെങ്കിൽ ഷോൾ എടുത്തിട്ട് പുതച്ച് വേണം സ്ത്രീകളിരിക്കാൻ. പത്തിയോടെ നമ്മൾ കർത്താവിനോട് കാണിക്കുന്ന സ്നേഹം, കർത്താവിനോട് കാണിക്കുന്ന ആദരവ്, കർത്താവിനോട് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അങ്ങ് സന്തോഷം അങ്ങ് നുരഞ്ഞ് പതയണ ഒരു നിമിഷമാണിത്. എൻ്റെ ദൈവവേദനെ നീ എത്രയോ അനുഗ്രഹപ്പെട്ടവളാണെന്ന് ചിന്തിക്കണം. എൻ്റെ ദൈവവേദനെ നീ എത്രയോ അനുഗ്രഹപ്പെട്ടവനാണെന്ന് ചിന്തിക്കണം. കാരണം ഈ നിമിഷം നിനക്കിത് കൂടാൻ, ആരാധന കൂടാൻ, കർത്താവിൻ്റെ കൂടെ മാർത്തായെപ്പോലെ മറിയത്തെപ്പോലെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ കർത്താവ് നിനക്കൊരു അവസരം തന്നു. കർത്താവ് നിന്നെ ക്ഷണിച്ചു, കർത്താവ് നിന്നെ ആകർഷിച്ചു, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. ഈ ഒരു സ്നേഹം ഈ ശുശ്രൂഷ ശൈലിയിൽ പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ. ഈ ഒരു ജീവനെ നീ ഒരു സ്വർഗമേ, സ്വർഗമേ,
ഹല്ലേലൂയ. സൗഖ്യമേ, നീ വരൂ ജീവനെ, നീ വരൂ സ്വർഗമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. എൻ്റെ ക്ലേശങ്ങളെ പ്രതി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഭാരങ്ങൾ അങ്ങേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. എന്റെ രോഗങ്ങളെ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സങ്കടങ്ങളെ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ കുടുംബത്തിന്റെ തകർച്ചയെ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. നീ വരൂ. കർത്താവേ, തിരുവിലാവിൽ മുറിവേറ്റവനെ, കർത്താവേ, മുൾക്കിടം ചൂടിയവനെ, നിന്റെ വിശുദ്ധ രക്തം കർത്താവേ, നീ ഞങ്ങളോടുള്ള സ്നേഹത്തെ പരിശുദ്ധിയ വിശുദ്ധ രക്തം കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകളുടെ മേലും ഓരോ കുടുംബത്തിൻ്റെ മേലും ഇപ്പോൾ തളിക്കണമേ. മാരക രോഗങ്ങളെ, തീരാവേദികളെ, ജീവിത ബന്ധനങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എന്റെ തകർച്ചയെ ഞങ്ങൾ കേൾപ്പിക്കുന്നു. എന്റെ രോഗത്തെ ഞാൻ അങ്ങേ കേൾപ്പിക്കുന്നു. രാജ്യവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. എന്റെ തകർച്ചയെ ഞാൻ അങ്ങേ കേൾപ്പിക്കുന്നു. ദിവ്യകാരുണ്യമേ, എന്റെ രോഗത്തെ അങ്ങേ കേൾപ്പിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, എന്റെ കുടുംബത്തിന്റെ ജീവിത തടസ്സങ്ങളെ അങ്ങേ കേൾപ്പിക്കുന്നു. എന്റെ ദിവ്യകാരുണ്യമേ, കുഞ്ഞുങ്ങളില്ലാത്തവരുടെ വേദനകളെ അങ്ങേ കേൾപ്പിക്കുന്നു. എന്റെ ഈശോയെ, ദിവ്യകാരുണ്യമേ, വിവാഹം നടക്കാത്തവരുടെ സങ്കടങ്ങളെ അങ്ങേ കേൾപ്പിക്കുന്നു. എന്റെ ഈശോയെ, എന്റെ ദിവ്യകാരുണ്യമേ, കോവിഡ് ബാധിച്ചു കിടക്കുന്ന എല്ലാ മക്കളെയും രാജ്യങ്ങളെയും ഞങ്ങളുടെ നാടിനെയും അങ്ങ് കേൾപ്പിക്കുന്നു. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യമേ, എന്റെ യേശുവേ, ദിവ്യകാരുണ്യമേ, എന്റെ അഭയമേ, ദിവ്യകാരുണ്യമേ, എന്റെ പ്രത്യാശയെ, ഞാൻ അനുഭവിക്കുന്ന മുഴുവൻ സങ്കടങ്ങളെ, മുഴുവൻ അവസ്ഥകളെ, വിഷമതകളെ അങ്ങേക്ക്
സമർപ്പിക്കുന്നു. ഭാരങ്ങളും വേദനകളും ഈശോയെ ഏറ്റെടുത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ തുറന്നു പിടിച്ച് ഈശോയെ ആരാധിക്കണേ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷിയുണ്ടായി. ഇപ്പോൾ നിങ്ങൾക്കറിയാമോ, അമ്മ മാതാവിൻ്റെ പിറവി തിരുനാളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മരിയൻ തീർത്ഥയാത്ര എന്ന വലിയൊരു സായാഹ്ന ശുശ്രൂഷ ആരംഭിച്ചിരിക്കുകയാണ്. പഴയ വിദേശ രാജ്യങ്ങളിൽ ഉടമ്പടി എടുത്തു പോയ സഹോദരങ്ങളെ അവർ ഇനി 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞുമ്പോഴേ നാട്ടിൽ വരത്തുള്ളൂ. അപ്പോൾ അവർക്ക് കിട്ടിയ ഉടമ്പടി അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താനുണ്ടെങ്കിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങളൊരു നമ്പർ പരസ്യപ്പെടുത്തിയിരുന്നു. ആ നമ്പറിൽ അനേകം മക്കൾ സാക്ഷ്യമായിട്ട് ആ വാട്സപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ സാക്ഷ്യങ്ങളെ തിരഞ്ഞെടുത്തിട്ട് ഞങ്ങൾ ആ ലിങ്ക്, സ്പെഷ്യൽ ലിങ്ക് അവർക്ക് കൊടുക്കും. വൈകുന്നേരം ആകുമ്പോൾ നിയോഗ ജപമാല കഴിയുമ്പോൾ അവരുമായിട്ട് ദുബായ്, ഷാർജ അങ്ങനെയുള്ള നമുക്ക് ആ സമയത്ത് ഉണർന്നിരിക്കുന്ന രാജ്യങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ഇൻട്രാക്ട് ചെയ്തപ്പോൾ ഇത് ഓൺലൈനാണ്, രസമാണ്. കാര്യം നമുക്ക് ദുബായിലുള്ള സഹോദരങ്ങൾക്ക് കുടുംബസമേതം ഈ ലിങ്കിൽ വഴി അമ്മ മാതാവിൻ്റെ അൽത്താറയിൽ സാക്ഷ്യം പറയാൻ പറ്റും. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുണം. ഈ സാക്ഷ്യം നമ്മുടെ യൂട്യൂബിൻ്റെ സബ്സ്ക്രിപ്ഷനുള്ള എല്ലാവർക്കും അതേസമയം തന്നെ കേൾക്കാൻ പറ്റും. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അതിൻ്റെ വലിയ സുവിശേഷ മാനങ്ങളുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദീപ എന്നും പറഞ്ഞൊരു നേഴ്സ്, സീനിയർ നേഴ്സാണ്, അവർ ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവരുടെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമായിരുന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആ സാക്ഷ്യം. അവർ 2019 ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടെ അവരുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജോമോള്. അപ്പോൾ അവർ കണ്ടിട്ട് എന്നോട് പറഞ്ഞു വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഇവിടുത്തെ പ്രേക്ഷിതയുടെ ഫ്രണ്ടായത് കാരണം ഇങ്ങനെ ഒരു സാഹചര്യം അവർക്ക് കിട്ടിയതാണത്. അങ്ങനെ പലർക്കും ഒത്തിരി പേർ സാഹചര്യം കിട്ടുന്നുണ്ട്. കുറച്ച് ഏറ്റവും നല്ല സാഹചര്യം കർത്താവ് തരുന്ന സാഹചര്യമാണ്. കാര്യം ചിലരൊക്കെ അച്ഛൻ വിളിക്കും കാണുമ്പോൾ തന്നെ, അവരുടെ ഒരു അവസ്ഥ കാണുമ്പോൾ കർത്താവ് എന്നെക്കൊണ്ട് അവരെ വിളിപ്പിക്കാൻ പറയും. കാര്യം എനിക്കറിയാം കർത്താവ് അവരെ സഹായിക്കാൻ പോകുന്നുണ്ടെന്ന്. ഞാനതിൻ്റെ താരാ ഒരു കർത്താവിൻ്റെ ഉപകരണം, കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു സാക്ഷി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ദീപം അടുത്ത് വരുമ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, എനിക്ക് കുട്ടികളുണ്ടാകുന്നില്ല, PCOD ആണെന്ന് പറഞ്ഞു. അപ്പം അണ്ഡാശയത്തിൽ മുഴുവനും കുരുക്കളാണ്, കംപ്ലീറ്റ് കുരുക്കളാണ്. അപ്പം അണ്ഡാശയത്തിലാണ് കുരുക്കൾ, ഗർഭാശയത്തിലാണ് പിന്നെയും നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. അത് ഈ കുരുക്കൾ വന്നിട്ട് ഇത് മാറണില്ല, കംപ്ലീറ്റായി. അതുകൊണ്ടാണ് 8 കൊല്ലമായിട്ട് മക്കളില്ലാത്തത്. അപ്പോൾ ഞാനുടനെ ഇവളുടെ അടിവയറ്റിൽ തൊട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി, കുട്ടിയും ചൊല്ലി, അവർക്കും വിശ്വാസമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ആ ഒരു മാസം തന്നെ അവർ പ്രഗ്നൻ്റായി. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്? അണ്ഡാശയത്തിലെ PCOD മുഴുവനും പോയെന്നാണ്. കണ്ട് ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞത്, സ്കാൻ ചെയ്തപ്പോൾ ഒറ്റ കുരുക്കൾ പോലും ഇല്ലെന്നാണ്. കർത്താവിൻ്റെ കുരുക്കുകളിങ്ങനെ വടിച്ച് കളയുന്ന പോലെ കടിച്ച് കളയും. ദൈവകരങ്ങളുടെ ഒരു ശക്തിയാണിത്. ഇത് വിശ്വാസത്തിൻ്റെ മുന്തിയ ഒരു വലിയ ലോകമാണിത്. നിങ്ങൾ ഓരോ ആരാധന കൂടുമ്പോഴും ഇതുപോലെയുള്ള വിശ്വാസം കൈവരിക്കാൻ വേണ്ടി നോക്കണം. എന്നെ ഇഷ്ടപ്പെടുത്തിയ വിഷയം എന്ന് പറയുന്നത്, ഈ ദിവ്യ എന്ന് പറയുന്ന നേഴ്സിന് ഒറ്റ പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങളെ കിട്ടി.
അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം ഓൺലൈനായിട്ട് ഞാനും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ എൻ്റെ മനസ്സിൽ ഈശോ പറഞ്ഞൊരു കാര്യം, ഇത് കണ്ടില്ലേ ജോസഫ്, ഇതാണ് ഉടമ്പടിയുടെ ഒരു നേച്ചർ. എന്താണ്? സമയച്ചുരുക്കം. എനിക്ക് അങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കാൻ കിട്ടിയത്. കാര്യം എന്താണ്? നല്ല മിടുക്കന്മാരായ 2 കുഞ്ഞുങ്ങളാണ് ദിവ്യയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2 കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഈശോ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇതാണ് ഉടമ്പടിയുടെ സമയച്ചുരുക്കമെന്ന്. ദാറ്റ് മീൻസ് എന്താണ്? 2 കുഞ്ഞുങ്ങളെ 8 കൊല്ലം കഴിയുമ്പോൾ 2 കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കുഞ്ഞിന് 4 വർഷം. അപ്പം 8 വർഷമെന്ന് പറഞ്ഞ സംഭവത്തെ 4 വർഷമായിട്ട് ചുരുക്കവും. ഇരട്ട പ്രസവിച്ച കൊണ്ടാണ്. അതിൻ്റെ ഇഫക്റ്റ് അതാണ്. സമയച്ചുരുക്കത്തിൻ്റെ ഇഫക്റ്റാണ്. അതായത് സമയച്ചുരുക്കത്തിൻ്റെ ഇഫക്റ്റിൽ 8 വർഷം 4 വർഷമായിട്ട് ചുരുങ്ങും. ഇത് ഉടമ്പടി തുടങ്ങിയ കാലത്ത് അമ്മ പറയുന്ന ഒരു ഫോർമുലയാണ്. ഇപ്പം സമയമായില്ല എന്ന് പറയുമ്പോഴേ, കനായിലെ കല്യാണത്തിൽ നമുക്കറിയാമല്ലോ, സമയം ആയില്ല എന്ന് അമ്മ പറയുമ്പോൾ, ഈശോ പറയുമ്പോൾ അമ്മ എന്താ പറയണത്? അവൻ പറയണത് പോലെ ചെയ്യാൻ. അതാണല്ലോ ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തോട് പരിശുദ്ധാമ്മയുടെയും മധ്യസ്ഥതയിൽ നമ്മൾ ഉടമ്പടി ചെയ്യാൻ. എന്താണ് ചെയ്യണത്? ഈശോ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് ജീവിച്ചോളാവുന്നതാണ് ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ഈ ഈശോ പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് ജീവിച്ചോളാം എന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ ഈശോനോട് പറയണതാണ് ഉടമ്പടി എന്ന് പറയണത്. മരിയൻ ഉടമ്പടി. ഈ മരിയൻ അപ്പോഴാണ് സമയമായില്ല എന്ന് പറയുന്ന സമയത്തെ ഈശോ ചുരുക്കി അപ്പം തന്നെ ആക്കണത്. അവൻ പറയണ പോലെ ചെയ്യുമ്പോഴാണ് അപ്പം തന്നെ ആകണം. അപ്പം സമയത്തിലാണിത് വർക്കൗട്ട് ചെയ്യണത്. അപ്പോഴും നിങ്ങൾ ചോദിക്കും, അങ്ങനെ വ്യാഖ്യാനിക്കാമോ എന്നൊക്കെ എന്നോട് അന്ന് ചില അച്ഛന്മാർ ചോദിച്ചു. പരിശുദ്ധാത്മാവ് അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, സമയമായില്ല എന്ന് പറയണ ഈശോയും അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറയുന്ന അമ്മയുടെ ഒരു നിർദ്ധാരണ മാർഗവും വെളിപാടും തമ്മിൽ ഒരു ഗ്യാപ്പുണ്ട്. നമുക്കറിയാം, ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈശോയും അമ്മയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് എന്തിനാണ്? ഈശോയും പരിശുദ്ധാത്മാവും പരമപിതാവും തമ്മിലുള്ള ആത്മീയമായ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പാണ്. അതിനുള്ളിൽ അമ്മയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു പരിഹാര മാർഗ്ഗമാണ് എന്താണ്? അകാത്ത സമയമാക്കിയെടുക്കാൻ ദൈവവചനം പാലിച്ച് ജീവിച്ചാൽ മതിയെന്നും. വെരി സിമ്പിൾ. അകാത്ത സമയമാക്കിയെടുക്കാൻ, സമയത്തിലാണല്ലോ വിഷയം മുഴുവൻ ഇരിക്കണത്. അപ്പോൾ ആകാത്ത സമയം എടുക്കാൻ അവൻ പറഞ്ഞതുപോലെ ചെയ്ത് ജീവിച്ചാൽ മതിയെന്നാണ്. ഉടമ്പടി അങ്ങോട്ടാണ് നമ്മളെ ക്ഷണിക്കണത്. കാര്യം ഉടമ്പടി ഓരോ ഭാഗങ്ങളും, ഇപ്പോൾ കാരുണ്യ പ്രവൃത്തിയായാലും പ്രേക്ഷിത പ്രവർത്തനമായാലും അനുതാപമായാലും അതുപോലെ തന്നെ പുണ്യജീവിതമായാലും വചനവായനയായാലും വചനപ്രഘോഷണമായാലും സുവിശേഷ പ്രഘോഷണമായാലും എല്ലാം അവൻ പറഞ്ഞതുപോലെയാണ്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങൾക്ക് അഭയം നൽകി. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം നൽകി. നിങ്ങൾ ലോകം മുഴുവനും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഇതെല്ലാം അവൻ പറഞ്ഞതാണ്. അവൻ പറഞ്ഞ കാര്യങ്ങൾ ചില ആൾക്കാർ വളരെ സ്ലോ ആയിട്ട് ചെയ്യും, ചില ആൾക്കാർ സ്പീഡായിട്ട് ചെയ്യും. സമയം നമ്മൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുന്ന രീതികൾക്കും ഉടമ്പടി എടുക്കുന്ന മാത്രമല്ല ഉടമ്പടി നടപ്പിൽ വരുത്തുന്ന രീതികളുണ്ട്. അതും പ്രധാനപ്പെട്ടതാണ്. ഉടമ്പടി നടപ്പിൽ വരുത്തുന്നത് ആരാണ്? ഉടമ്പടി പെട്ടെന്ന് നടപ്പിൽ വരുത്തുന്നത് നല്ല ഉണർവുള്ളവരാണ്. ഉടമ്പടി പെട്ടെന്ന് നടപ്പിൽ വരുത്തുന്നത് അതും ഒരു സ്പീഡാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം ഒരു ഉറക്കമില്ല, ഉണർച്ചയോടെ ഇരുന്നു കൊണ്ട് തന്നെ ജാഗ്രതയാണ് ഭയങ്കര അവർക്ക്. കാര്യം ചില ആൾക്കാർ ഒരു വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കൗൺസിലിംഗ് ചെയ്തപ്പോഴേ, ഞാൻ കഴിഞ്ഞ മാസം ഇത് ഓഫീസ് ഇടയ്ക്ക് തുറന്നായിരുന്നല്ലോ കൃപാസനം 5 ദിവസത്തേക്ക്. അപ്പോൾ കുറേ കൗൺസിലിംഗ് നടന്നത്. അപ്പോൾ ഒരാൾ കൗൺസിലിംഗ് ചെയ്തപ്പോൾ നേരത്തെ ഉടമ്പടി എടുത്ത ആളാണ്. കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കാര്യമൊക്കെ ഇപ്പോൾ ഓക്കെ ആണല്ല, എല്ലാം ഗ്രീൻ ചാനലിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളത് അതുപോലെ ചെയ്യാൻ പറഞ്ഞു. വേറെ ഒരു ഫംഗ്ഷൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ, അച്ഛാ ആ ഒരാൾ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ലൈനിൽ നിന്ന് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ചോദിച്ച് നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഒരു ചിരിച്ചുമില്ല,
അതേസമയം തന്നെ സോറി പറഞ്ഞുമില്ല, ഒരു പ്രത്യേക മുഖം കാണിച്ച്. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഉടമ്പടി. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും നടന്ന് കഴിയുമ്പോൾ, ഉടമ്പടിയിൽ ദൈവം ഇടപെടാൻ തുടങ്ങിയെന്ന് കഴിയുമ്പോൾ ബുദ്ധി ഉടനെ പ്രവർത്തിക്കും. എന്താ പറഞ്ഞു, ഓ ഇത് ഉടമ്പടി ഇല്ലെങ്കിൽ നടക്കുമായിരുന്നു എന്ന് പറയും. അതോടുകൂടി അവൻ്റെ കാര്യം പോകും. അവനെ കാര്യം പിടിച്ചത് ദൈവം നിലത്തിട്ടടിക്കും. എന്ന് വെച്ചാൽ അവൻ കള്ളനാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ കാര്യത്തിനാൽ അവൻ വിചാരിച്ചിരുന്നത് ഇത്, അതായത് അത് എപ്പോഴും നമ്മൾ ദൈവദിവസേനതി കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചാലേ പണി കിട്ടും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഉടമ്പടി ഇല്ലാതെ ഇപ്പോൾ ചില ആൾക്കാരുടെ കാര്യം ഞാൻ ഇത്രയും രൂക്ഷമായി സംസാരിക്കാൻ കാര്യം അറിയാവുക, കള്ളത്തരം നിങ്ങൾ കാണിക്കരുത്. ഓ അതിപ്പോൾ ഉടമ്പടി ഇപ്പോൾ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഉടനെ പറയും, ഓ ഇത് ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു എന്ന് പറയും. അങ്ങനെ ചിന്തിക്കുന്നവരാണ് കാലപ്പടി നിലത്ത് അടിക്കാൻ പറഞ്ഞാൽ. എന്താ കാര്യം, അവൻ കർത്താവിൻ്റെ ദൃശ്യത്തെ ദൈവത്തെ വഞ്ചിച്ചു. കാര്യം കാണാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയായിട്ട് തുടരുത്. കാര്യം ഇത് ഉടമ്പടിയാണ്. ഇത് ദൈവം ഉടമ്പടി എന്നുള്ള പദ്ധതി, ദൈവത്തിന് പല ഉടമ്പടികളുണ്ട്. എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തു, മോസസുമായിട്ട് നമ്മൾ ദൈവം ഉടമ്പടി ചെയ്തു. അതുപോലെ തന്നെ മോസസിലൂടെ ജനങ്ങളോട് ദൈവം ഉടമ്പടി ചെയ്തു. യേശുവിൻ്റെ കാലത്ത് ദിവ്യകുർബാന എന്ന നിത്യജീവൻ്റെ ഉടമ്പടി ചെയ്തു. ഇങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ എപ്പോഴും ഉടമ്പടിയിലാണ്. അപ്പോൾ ഉടമ്പടി എന്നുള്ളൊരു പ്രോജക്റ്റാണ്, പൊതുവായിട്ടുള്ള പ്രോജക്റ്റാണ്. ഈശോ ആ ഉടമ്പടി എടുത്തിട്ട് എന്ത് ചെയ്തു, നിത്യജീവൻ്റെ കൂദാശയാക്കി മാറ്റി. അപ്പം അതാണ് സമ്പൂർണ്ണമായ ഉടമ്പടി എന്ന് പറയുന്നത്. മറ്റതെല്ലാം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉടമ്പടിയും വാഗ്ദാന നാട് പ്രാപിക്കാനുള്ള ഉടമ്പടിയും ഭൗതികമാണ്. ഈശോയുടേതാണ് സമ്പൂർണ്ണമായ ഉടമ്പടി. ഈശോ അതെടുത്തിട്ട് സ്വന്തം ശരീരത്തെ ബലിവസ്തുവാക്കിക്കൊണ്ട് അത് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. അതാണ് നമ്മൾ കുർബാനയിൽ പറയുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടാനിരിക്കുന്ന തിരുരക്തത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. അപ്പോൾ അത് പുതിയ ഉടമ്പടിയാണ്. അത് പഴയ ഉടമ്പടി സാധാരണ ഭൗതികമായ കാര്യങ്ങൾക്കും തേനും പാലും ഒഴുകുന്ന വാഗ്ദാന നാട് പ്രാപിക്കാനൊക്കെ ഉള്ളതാണ്, ജനങ്ങളുടെ വിശുദ്ധീകരണത്തിന്. പുതിയ ഉടമ്പടി ജനങ്ങൾ സ്വർഗീയ ജെറുസലേം പ്രാപിക്കാൻ വേണ്ടിയുള്ളതാണ്, കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ പുതിയ ഉടമ്പടി. അപ്പോൾ ഈ ഉടമ്പടി എന്നുള്ള വിഷയം ഒരിക്കലും ദൈവം റദ്ദ് ചെയ്യത്തില്ല. നമ്മൾ ഈ ഗലാത്യർ വായിക്കുമ്പോൾ മനസ്സിലാകും. ഗലാത്യർ 3:17 എന്താ പറയണത്? നിയമം വന്ന്, ഗലാത്യർ 3:17 നിയമം വന്ന് 450 വർഷം കഴിഞ്ഞിട്ടാണ്, ഉടമ്പടി വന്നു 450 വർഷം കഴിഞ്ഞിട്ടാണ് ദൈവം നിയമം തന്നത്. പക്ഷേ ദൈവം ഉടമ്പടിയെ റദ്ദ് ചെയ്തില്ലെന്ന്. അതാണ് ഗലാത്യർ 3:17 പറയുന്നത്. അപ്പോൾ ഉടമ്പടി എന്ന ആശയം, ഉടമ്പടി എന്ന പദ്ധതി, ഉടമ്പടി എന്ന പ്ലാൻ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ മൈനസ്യമാരി പഠിക്കുമ്പോൾ അവിടുന്ന് മേജസ്സമാരിലൂടെ പോകുന്നെങ്കിൽ അവിടുത്തെ ഫിലോസഫി കോളേജിൻ്റെ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ എൻട്രൻസിന് അവിടുന്ന് അയച്ചു തന്ന പുസ്തകം, എൻട്രൻസ് ജസ്റ്റ് പുസ്തകം നോക്കിയിട്ട് പ്രൊഫസർ 1-2 ക്ലാസ് എടുക്കും. അപ്പം ആലുവ സെമിനാറിൽ ഞങ്ങൾക്ക് അയച്ചു തന്ന പുസ്തകം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, പ്ലാൻ ഓഫ് സാൽവേഷൻ എന്നാണ്. പ്ലാൻ ഓഫ് സാൽവേഷൻ ഹിസ്റ്ററി, രക്ഷാകര ചരിത്രം ഒരു പ്ലാനാണ്, ഒരു പ്ലാനും പദ്ധതിയുമാണ്. അപ്പോൾ എപ്പോഴും ഉടമ്പടി ഒരു പ്ലാനാണ് ശരിക്കും. ഉടമ്പടി എന്ന പൊതു കാര്യം, അതിൻ്റെ പൊതുവായിട്ടുള്ള ഘടനകൾ പരിശോധിക്കുമ്പോൾ അത് പ്ലാനാണ്. ഇപ്പം മരിയൻ ഉടമ്പടിയാണ് നമ്മൾ ചെയ്യുന്നത്, അതൊരു പ്ലാനാണ്. എന്താണ് അതിൻ്റെ പരിപാടി? അവൻ പറയണത് പോലെ, അമ്മ യോഹന്നാൻ 2:5 പറഞ്ഞിരിക്കുന്ന പോലെ അവൻ പറയണ പോലെ ചെയ്യുക. അപ്പോൾ പരിശുദ്ധാത്മാവ് അമ്മ 2004 ഡിസംബർ 7 പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നത്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറാൻ ഇടയാക്കണമെന്ന് ജനങ്ങൾ, 10,000-കണക്കിന് ജനങ്ങൾ 6 മാസമേ പ്രാർത്ഥിച്ചുള്ളൂ. അപ്പോൾ അമ്മ ആ പ്രാർത്ഥനയിൽ പറഞ്ഞ പോലെ തന്നെ അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാപര പദ്ധതിയായിട്ടാണ് ഉടമ്പടി നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത്. ഉടമ്പടിയിൽ എന്താണ്? ഈ വചനങ്ങൾ എത്രയോ വർഷമായിട്ട് ജനങ്ങൾ വായിക്കുന്നതും അച്ഛന്മാർ പ്രസംഗിക്കുന്നതുമാണ്. പക്ഷേ എന്നോട് പറഞ്ഞ ഇതാണ്, അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനായിലെ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫോർമുല. അവൻ പറഞ്ഞ കാര്യങ്ങൾ ദൈവവചനം സമ്പൂർണ്ണ ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുള്ള കർത്താവിൻ്റെ വചനങ്ങൾ, അതെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതുപോലെ ഓരോ വചനവും എടുത്ത് നിറവേറ്റുന്ന അനുസരിച്ച് കൊണ്ട് ദൈവം നിന്നിലേക്ക്, നിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും പ്രവർത്തിക്കുന്ന സ്പീഡ് കൂടുമെന്ന്. അതാണ് എന്നോട് പറഞ്ഞത്. അവൻ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപാട് പുസ്തകം വരെ വചനങ്ങൾ, ജീവൻ്റെ വചനങ്ങൾ,
അത് നീ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെ നീ അതെടുത്ത് നടപ്പിൽ വരുത്തി കഴിയുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിലെ, നിൻ്റെ കുടുംബത്തിലെ ഇടപെടുന്ന സമയം ചുരുക്കം, സ്പീഡാകും, അതിവേഗമാകുമെന്നാണ്. അതിവേഗം. ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. സമയത്തിന്റെ മേൽ സന്ദർഭത്തിന്റെ അധികാരമുള്ള പരിശുദ്ധി അമ്മേ, ഉടമ്പടി ചെയ്ത ഓരോ ദൈവമക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.